എടാ റുമൈസേ, ഈ പാട്ട് വണ്ണൊക്കെ ഇറക്കിട്ട് പാട്ട് 2 എവിടെ റുമൈസേ? എല്ലാം മോനെ എന്റെ പാട്ട് 2 വീഡിയോ ഇടാം. നമ്മള് ട്രിപ്പ് പോയതിന്റെ അത് ഇറക്കാനൊന്നും ആയിട്ടില്ല. ബാക്കി എന്താ ഇടാത്തെ? ട്രിപ്പിന്റെ ബാക്കി വീഡിയോ പാർട്ട് 2 ഇതുവരെ എത്തിയില്ലല്ലോ. അതൊന്നും ഇറക്കടാ. ഇന്ന് ഇടടാ വേഗോ. ഈ കാണുന്നതാണ് മാംഗ്ലൂർ ബഡ്സ് എന്നാണ് പറഞ്ഞത്. അമ്മ അമ്മ ഒരു വീഡിയോ വെക്കണം. ഹായ് അച്ഛാ ബഹുത്ത് അച്ഛാ ടേസ്റ്റ് സംഗതി മുതലാണ്. ലൈക്കായി ഒരു മധുരവും 15 റുപ്യേ ഉള്ളൂ. ഇത് ചിക്കമംഗലൂർ ഏരിയയിൽ വരുമ്പോ മസ്റ്റ് ട്രൈ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ തോന്നിപ്പോയി. അവിടെ ഒരു കിഡ്ലം പണ്ടുണ്ടാ. ഇതുവരെ ഇൻട്രോ ചെയ്തില്ല. ഹായ് ഗൈസ്, ദിസ് ഈസ് ദി പാർട്ട് 2 ഓഫ് ചിക്കമംഗലൂർ ഡാൻഡലി ഗോവ. അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ളൂ. ചിലവരൊക്കെ ഉറങ്ങി, ഞാനൊന്നും ഉറങ്ങിയിട്ടും പാടില്ല. പിന്നെ ഒന്ന് വെക്കേറ്റ് ചെയ്ത് ബാഗൊക്കെ വെക്കുന്നുണ്ട്. അതിലെന്താ അത്യാവശ്യമുള്ള കാര്യങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തെങ്കിലും ആ സാധനം ഉണ്ടെങ്കിൽ ബണ്ണം കണ്ടേനി. ആ ബണ്ണ് നമ്മള് കഴിച്ചേ നമ്മളടുത്ത് മസ്ക ബണ്ണ് പോലത്തെ ഒരു ബണ്ണാണ്. നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. 15 റുപ്യക്ക് വെറുത്ത് ബെർത്ത് സാധനം. അങ്ങാടിയിലൊന്നും ഇടണോ? നമുക്കതൊരു ബിസിനസ് ആക്കാന്നുള്ള, നമ്മളിപ്പോ അത് വരെ ചിന്തിച്ച് ബിസിനസ് ആക്കാന്നുള്ള ഐഡിയ വരെ ചിന്തിച്ച്. അത് ഇനി പോകുന്ന അതിന്റെ അതിന്റെ ടേസ്റ്റ് കൂട്ടം ചോദിച്ചാൽ മതി. അത് കൂട്ടൊരു പറഞ്ഞില്ല. അതാണ് സീക്രട്ട് ഒരു പൊടിക്കൈ സാധനം അടിപൊളിയാ. ഇഷ്ടപ്പെട്ടു. അല്ല ഇഷ്ടപ്പെട്ടോ കഴിച്ചിട്ട്? നമ്മളെ ഒപ്പീനിയൻ പറഞ്ഞതിന്റെ ശേഷം എല്ലാരും കച്ചവടം നമ്മള് കൂട്ടിക്കൊടുത്തു. അതായത് സംഗതി പറഞ്ഞ് എല്ലാരും വാങ്ങിച്ചു. അറിയപ്പെട്ടു. അത് നമ്മുടെ ഫാരിസിന്റെ ഫിറ്റ്. ഇതിലിപ്പോൾ എത്ര ബ്ലാക്ക് ഉണ്ടെന്ന് എണ്ണയൊക്കെയുണ്ട്. 1 2 3 4 5 6 ബ്ലാക്ക് ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അല്ലേ മിസ്സേ? നമ്മൾ പക്ഷേ ബ്ലൂ കളർ, നമ്മളാണ് അതിലും വെറൈറ്റി ഓറഞ്ച്. ഗൈസ്, നമ്മളിപ്പോൾ അടുത്തതായിട്ടൊരു ഫുഡ് കഴിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ബുക്കാണ്. അതിലെ തമിഴോ തെലുഗോ ഉള്ളത്. നമ്മളുടെ സ്വന്തം ഇതാണ് ജീപ്പിൽ മെയിനിരുന്നു. നമ്മളിതാ ജീപ്പ് സവാരി പോകാനുള്ള യാത്രയാണ്. രണ്ടാമത്തെ ദിവസമാണ് ചിക്ക്മാംഗ്ലൂർ. പിന്നെ ബാക്കിൽ വേറെ ടീംസ് ഉണ്ട്. ഹൈ ഗായ്സ്, ഒരു ഹായ് കൊടുക്കൂ. എന്തോ ചെയ്തിക്കണല്ലോ ഫേസില്. മേക്കപ്പ് സ്വന്തം ആനിയുണ്ട്. അത് മതി, അതൊക്കെ സെറ്റാണ്. പിന്നെ അതാ ദിൽന. ഓക്കെ, പിന്നെ ഗായ്സ് ഹായ് കൊടുക്കും. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീ നാച്ചുർ റോസ്റ്റിലാണ്. ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് സംഭവം, കാരണം ഇത് ലിറ്ററലി ലൈവായിട്ട് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. അത്രയ്ക്കും എങ്ങനെ പറയാം, പ്രത്യേകിച്ചൊന്നുമില്ല. ലൈക്ക് 6 ആർട്ട് വർക്ക് ഉണ്ടല്ലോ. പിന്നത്തെ നമ്മളെന്താ ടീം ഇതാ ഗ്രൂപ്പിൽ അടിക്കുന്നു, ബോയ്സ് ഇവിടെ ഇരിക്കുന്നു. ഗൂസും ഡങ്കു ആണ് അല്ലേ? ഗൂസും ഡങ്കു ആണ്. ഒരു വ്യക്തിനെ നമുക്ക് മനസ്സിലാക്കാൻ, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ട ഒരു വ്യക്തിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് മാർഗങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ആ വ്യക്തിയുടെ കൂടെ യാത്ര ചെയ്യാൻ. അപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആ സ്ഥലത്തെ ശീലങ്ങളും ക്ലൈമറ്റും അവിടുത്തെ കൾച്ചർ ലൈക്ക് ഫുഡ് അത് അതിലേക്ക് ശീലമായി വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ ആയി വരണമെന്നല്ല, അത് ആയി വരും.
അപ്പൊ അത് ശരിക്കും എന്താ അതായത് ഈ യാത്രകളും ഒക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെ ശരിക്കും ഹെൽപ്പ് ചെയ്യണമെന്ന്? ശരിക്കും യാത്രകളാണ് പക്ഷെ എന്താ വെച്ചാല് നമ്മൾ യാത്രകൾ ചെയ്യുമ്പോ നമ്മളെ യാത്രകളിലുള്ള ആൾക്കാരും കൂടി നമ്മളെ എഫക്ട് ചെയ്യും. അതാണ് ശരിക്കും നമ്മളെ ഈ ആൾക്കാരെ നമ്മളെ എഫക്ട് ചെയ്യും. അതൊറ്റ കാര്യമുള്ളൂ. ഒരു സ്ഥലമാണോ അല്ലെങ്കിൽ നമ്മളെ കൂടുതലുള്ള ആൾക്കാരാണോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് വരിക? കൂടുതലുള്ള ആൾക്കാർ ചോദിക്കാം. അപ്പൊ പിന്നെ കൂടുതലുള്ള ആൾക്കാർ ഇമ്പോർട്ടന്റ് ആകുമ്പോ നമ്മള് അവിടേക്ക് എത്തുക. എല്ലാരും നമ്മളെ വൈബാണെന്ന് നിർബന്ധമുണ്ടോ? വൈബാവും. അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വൈബായി അങ്ങനെ ആവും. കാരണം നമ്മളെന്നൊക്കെ പറഞ്ഞ വെള്ളം പോലെ ആയിരിക്കും ഇപ്പോഴും. നമ്മളെല്ലാരും കൂടെ അലിഞ്ഞു ചേരാൻ പറ്റും. അതത്ര റീൽസിന്റെ കണ്ണിലൂടെയും യൂട്യൂബിന്റെ കണ്ണിലൂടെയും കാണുന്ന നമ്മൾ ഇത് രണ്ടാമത്തെ ഡേക്ക് ഞാൻ ഒന്നുകൂടി അങ്ങോട്ട് പോയി കാണിച്ചത്. എന്താന്ന് വെച്ചാല് പ്രത്യേകിച്ചൊന്നുമില്ല ഈ കാണുന്നുള്ളൂ അല്ലേ സാറ്? പ്രത്യേകിച്ച് ഈ സ്കൾപ്ചർ മാത്രമല്ല, പിന്നെ ഒരു 500 rupees സംതിങ് കൊടുത്താൽ നമുക്ക് റിസോർട്ട് ബൈ പ്രൈമറി എഫക്ട് ഓഫ് ദിസ് റിസോർട്ട്. For us, for like a tourist to watch and some like good so that is everything. Going everything is and sir parapul I am very motivated and this is my kingdom, this is food town. Hello buddy. അപ്പൊ അതൊക്കെ തന്നെ ഇതല്ല മൂടില്ലേ. ലൈക്ക് ഇത് എന്ത് മരാന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ട് കാണാൻ. ബൈ ട്രീ എന്ത് ട്രീയാ? ട്രീ എന്ത് ട്രീയാ? അല്ല നോർമൽ ട്രീയാ? सिल्वर. आपका नाम? मोहित. मैं छोटा ब्लॉग है यूट्यूब में छोटा ब्लॉग है. यूट्यूब चैनल छोटा ब्लॉग मोहिन ले. इधर कर्नाटक है. കർണാടക ಗೊತ್ತಿല്ല. കർണാടക ಗೊತ್ತಿല്ല അതുകൊണ്ട് അവന് വരെ പറ്റൂല. അടുത്ത ടീം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വ്യൂ ലിറ്ററലി വേർത്താണല്ലേ. പെട്ടെന്ന് കണ്ടപ്പോഴേ സ്ട്രൈക്ക് ആയതാ. ഉള്ളത് ഒരു ചുരം പോലത്തെ ഒരു ഹെർപ്പിൻ പോലത്തെ വളവിലാണ്. നേരെ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് എത്താനുള്ളത്. പക്ഷെ അതിന്റെ മുന്നേ നമുക്ക് നമ്മളെ ചില ആൾക്കാരെ കാണിച്ചത്. അതാ നമ്മളെ ഗ്യാങ് മൊത്തം ഇത് അവിടെ ഉണ്ട്. 1 2 3 4 5 ജീപ്പുകളിലായിട്ടാണ് ഉള്ളത്. ഒരാൾ പാട്ട് മൂടാണ്. പിന്നെ അവിടെ പിക്ക് മൂടുണ്ട്. പിന്നെ അവിടെ കൂട്ടാണ്ടൊരു പിക്ക് അടിക്കുന്നുണ്ട്. ചാമ്പലു ആയിട്ട് പീക്ക്. പക്ഷെ കുഴപ്പമില്ല. പിന്നെന്താ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് നമ്മുടെ സ്വന്തം അശ്വതിയാണ്. പിന്നെ ആയിക്കോട്ടെ ഇതാണ് ഫോട്ടോ. അപ്പം ഇനി നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ബാക്കി പറയാം. എല്ലാരും ഓരോരുത്തരും ഓരോ മൂഡില്ല. അപ്പൊ പിന്നെ ഓരോരുത്തരും ഓരോ മൂഡില്ല. ഞാനാണ് എല്ലാരും മൂഡിലേക്ക് പോകുന്നത്. എങ്ങനെ നമ്മളുള്ളത് എവിടെയാണ്? ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നാണ്. ഒരു വെള്ളച്ചാട്ടമാണ്. കാട്ടിനുള്ളിലാണ്. മണ്ണർ ഇതാ ഗംഭീരത്തോടു കൂടെ ശക്തമായി പ്രയത്നം കൊണ്ട് ഇതാ വെള്ളച്ചാട്ടത്തിന് മുകളിലെത്തിയിരിക്കുന്നു. ഇനിയും മുകളിൽ കയറാനാണ് വെള്ളച്ചാട്ടത്തിന്റെ ശ്രമം. നമ്മളുടെ സ്വന്തം റിഷാൽ അവിടെ നിന്ന് ചില്ലായിരുന്നു. റിഷാൽ ഒരു പൈസ. അതേപോലെ തന്നെ നമ്മളുടെ സ്വന്തം അർജുനുണ്ട്. പിന്നെ ലോകമായി ഞാനുമുണ്ട്. പറയണോക്കടാ അവന് അത് സത്യാട്ടോ. അതില്ല കേട്ടോ. അങ്ങനത്തല്ല. ഇതെന്തായാലും കൊടുക്കും. ഇതിടേണ്ടത് എന്തായാലും ഇടും. ഫുള്ള് 360 വ്യൂ ഒന്നല്ലേ. ഷൂട്ടിംഗ് പോയിന്റ് അല്ലേ.
നമ്മളിപ്പോൾ ഷൂട്ടിംഗ് പോയിന്റ്. അപ്പൊ അതാണ് മൂഡ്. ആറ് ഒരു നല്ല പ്രകൃതി ആസ്വദിക്കുന്നുണ്ട്. കൂളിംഗ് ക്ലാസ്സിൽ നിൽക്കുന്നുണ്ട്. 6 ചില്ലിങ് മോനെയായി അവിടെ കൂട്ട് നടക്കുന്ന ജിത്തേട്ടൻ എന്തോ ഒരു സ്പെഷ്യൽ കോണ്ടന്റ് ആണ് അവർ വിചാരിക്കുന്നത്. ഉറപ്പിച്ചാലോ? അപ്പൊ അതാണ് സംഗതി. അവനാരുണ്ടെന്നറിയാൻ അവന്റെ പേര് തന്നെ ധാരാളം വരുന്നു. ഗർജിക്കുന്ന സിംഹത്തിലെ ശ്വാസം. ബാക്കി മറന്നു. ലിറ്ററലി ഈ ഒരു ഫ്രെയിം നൈസ് ആയിരുന്നു. എല്ലാരും ഒരുമിച്ചിട്ടുള്ള ദുർഗ. ശരിക്കും സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. അതായത് ഒരു അമ്പലവും ഒരു കബറും കൂടി ഒത്തുചേർന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് ഷൂ ഇടാൻ പാടില്ല, ചെരുപ്പിടാൻ പാടില്ല, ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. ലൈക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മുമ്പിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് വ്ളോഗ് പറ്റില്ല. അപ്പോൾ ഒന്ന് പോയി വന്നിട്ട് ഞാൻ അതിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഗൈസ് നമ്മൾ സെറ്റ് പോയിന്റിലെത്തി. സെറ്റ് പോയിന്റ് ആണ് ഇപ്പോൾ സ്പോട്ട്. സെറ്റ് പോയിന്റ് ഇതാ കാണണേ. അയ്യോ കൊരങ്ങന്മാരായിരുന്നാ പറയുന്നത്. ശാസ്ത്രം പിന്നൊരു തട്ടല് മാസിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോ സെഡ് സോണിലേക്കാണ് പോകുന്നത്. സെഡ് സോൺ അതായത് ഈ സെഡ് പോയിന്റ്. സെഡ് പോയിന്റ് എന്ന് പറയും, സെഡ് സോൺ എന്ന് പറയും. റസാഖ് സാർ ചെലവ് എന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ തന്നെയാണ് കഥകൾ. അങ്ങ് എത്തിയോ? നമ്മള് നടന്ന് കൊയങ്ങിക്കണോ ചോദിച്ചാ കുറച്ച് കഴിക്കുന്നത്. കുറച്ച് വലിയ കുഴപ്പമില്ല. നമ്മള് കേറിയിട്ടുണ്ട്. നമ്മള് കേറിയിരിക്കും. അത് അത്രേ ഉള്ളൂ. പാടിയിരിക്കും. അതിപ്പോ എപ്പോഴാ പറഞ്ഞു? അതിന്റെ സാർ ഒച്ച ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെ പോയാൽ പ്രശ്നമാണെന്ന് പറയുന്നവരുണ്ട്, പ്രശ്നമില്ല എന്ന് പറയുന്നവരുണ്ട്. വെറുതെ ചില്ലിപ്പള്ളിയായി മെയിനായിട്ട് പോയാൽ നല്ല പ്രേമം കിട്ടാൻ ചാൻസ് ഉണ്ട്. കുറച്ചനെ ശ്രദ്ധിക്കണേ. ഇവിടെ നാട്ട് ഫുള്ള് ഇങ്ങോട്ട് കൊക്കയാ. മറ്റേ മൂടാ. ലൈക്ക് അന്ന് വീണാ മറ്റേ സിനിമയിലൊക്കെ കാറ് തകിടം പറഞ്ഞിട്ട് പൊട്ടൂലേ, ആ മൂടാ. പിന്നെന്താ അറിയോ, നല്ല രസമുണ്ട്. നല്ല ഇപ്പൊ ഇന്ന് ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല ക്ലൈമറ്റാ. നമ്മള് ഗോവ ചൂടാണ്, പക്ഷെ ചിക്കമംഗലൂർ നല്ല തണുപ്പാ ഉള്ള പറഞ്ഞ. പിന്നെ അതാ ഓരോരുത്തർ പറന്ന് വരുമ്പോ അത് വേറെ അടിപൊളി. എന്താ ഞാൻ കാണുന്നത് മോനെ, നല്ലൊരു അടിപൊളി ലൈക്ക് ചെക്കന്മാരെല്ലാരും കൊണ്ട് നല്ലൊരു അടിപൊളി കാഴ്ച പറയപ്പെടുന്ന അമ്പലം. വർഷത്തിൽ ഒരിക്കലും തുടങ്ങുന്ന അമ്പലമാണ് പറഞ്ഞിരിക്കാറില്ല. ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് സെറ്റ് പോയിന്റ്. ഇതാണ് സെറ്റ് പോയിന്റ്. സംഭവം ഇത് ഡ്രോണിൽ നിന്ന് ഇങ്ങനെ ഷോട്ട് ചെയ്ത് മുകളിലേക്ക് നോക്കിയാൽ ഒരു സെറ്റ് പോലെ തോന്നിക്കും. ഇതുവരെ ഇങ്ങനെ യാത്ര ചെയ്യേണ്ടിയിരുന്നു. ഇന്നലെ ഇതൊരു ഗുമ്മായി ഒന്നുമില്ല. ഇല്ല, എനിക്ക് പക്ഷെ ഇപ്പോഴാണ് ഇവിടെ എത്തിയപ്പോഴാണ് കുറച്ചുകൂടി നൈസ് വിൻഡും നല്ലൊരു വ്യൂ, ഒരു സമാധാനം കിട്ടുന്നുണ്ട്. ഇത് രാവിലെ ഫുൾ ട്രക്കിങ് മൂവിങ് ഒക്കെ ആയിട്ട് വരും. അപ്പൊ ഫായിദ ഈ പറയും, എനിക്ക് എന്താണ് തോന്നുന്നത്? അല്ല ഞാൻ 2 ദിവസം കൊണ്ട് നമുക്ക് റീലുള്ള കിട്ടിയോ? നമുക്ക് റീലുള്ള കിട്ടിയോ? റീലുള്ള ഷോട്ട് കിട്ടി. ഓക്കെ, ആൾക്കാരുണ്ടല്ലോ. അമേസിങ് ഷോട്ട്സ് എടുത്തു. അതാണ് അപ്പൊ വ്ളോഗ് എടുക്കാൻ എന്റെ അവസ്ഥ എന്തേക്കും? അത് ഇത് എടുത്ത് മാനേജ് ചെയ്യണ്ടേ. പവർ ബാങ്ക് ഉണ്ടാകാനാണ് കഴിച്ചിലാകുന്നത്. പവർ ബാങ്ക് ഉണ്ടായിട്ട് കാര്യം പവർ ബാങ്ക് കുത്തിടൂല. ഇവനെന്താ പറയാ, ബസ്സിൽ ചാർജർ കുത്തിട്ട് ഉപയോഗിക്കൂലെന്ന് പറഞ്ഞ അത്രക്കും കെയറാ. നമ്മളിപ്പോ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു സ്പൈസസ് ഷോപ്പിൽ നിർത്തലാണ്. വേണ്ട സ്പൈസസ് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും വാങ്ങൂല. നല്ല കീടുന്ന സ്മെല്ലാണ് എല്ലാ ഒരാളും. സ്പൈസസ് കാര്യങ്ങളൊക്കെ നമ്മളെ ചെക്കന്മാരൊക്കെ ഞാൻ കുറച്ചായി ഇപ്പോൾ വ്ളോഗ് അവിടുന്ന് കുറച്ച് നല്ല ഹവേഴ്സ് വ്ളോഗ് എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ
കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ കണ്ടിട്ട് ഇതാക്കണ്ട വെച്ച് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഇനി അത് കഴിഞ്ഞ് നമ്മൾ ബസ്സിൻ്റെ അടുത്ത് പോകും. ബസ്സിലാണ് നമ്മളെ ബാഗൊക്കെ വെച്ച് ഓർമ്മല്ലേ. അപ്പം ഞാൻ അവിടെ പോയിട്ട് ബാക്കി പരിപാടി കൊണ്ടാണ്. ഹൈ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളൊരു ഫോറസ്റ്റിലാണ്, കാണ്ടല്ലി ഫോറസ്റ്റ്. അവിടെ ഇവിടെ ആൾക്കാരും പോലീസുകാരൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഗൈഡൻസും എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഒരു ഇങ്ങനെ ലോങ് വ്യൂ കാണുമ്പോൾ ഒരു മൂടുണ്ട്. ലഭിതാണ് ആ മതി. ഉറക്കറങ്ങിയോ പക്ഷേ ഇതാണ് ചൊറക്കം എണീച്ച ഒരു പവർ വന്നില്ലേ. സാറിന് എന്ത് തിന്നാൻ ചോറിട്ടില്ലേ ചായ ദാറ്റ് ഇസ് മസ്റ്റ് ബ്രോ. അപ്പം ചായ ഇല്ല. ഇപ്പോൾ 30 എത്ര ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ അടുത്ത് പിന്നെ റിസോർട്ടിലെത്തി ഫ്രഷപ്പ് ചെയ്ത് ബാക്കി പരിപാടി കറക്റ്റ് കാര്യമില്ല. പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടാണ് ഗൈസ്. അതുകൊണ്ട് എല്ലാവരും അറിയില്ല, ആരുമില്ല ബസ്സിൽ. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഇറങ്ങാൻ ബാക്കിയുള്ളൂ. എൻ്റെ ലഗേജ് മാത്രമേ എടുക്കാൻ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതുവരെ ഉള്ളത് പാർട്ട് സെക്കൻഡ് ആക്കിയിട്ടാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിലെടുത്ത് വെച്ചിട്ട് ഏറ്റവും ചെറിയ വ്ളോഗ് ഇതായിരിക്കും. അറിയാം, അത്രയും വലിയ കണ്ടന്റുകളൊന്നും ഉണ്ടായിട്ടില്ല. കുറച്ച് ട്രക്കിങ്ങും പിന്നെ അവിടെ കുറേ ചുറ്റിക്കറങ്ങലും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷോർട്ട് ഉണ്ട്. കോണ്ടന്റ് വളരെ കുറവാണ്. മാക്സിമം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇനി വാട്ടർ തീം പാർക്കിന് അങ്ങോട്ടേക്ക് ഇറങ്ങും. ഈ വാട്ടറിൻ്റെ വീഡിയോ ലൈക്ക് ആയാലും വരണ്ടല്ലോ കാര്യങ്ങളൊക്കെ പ്ലേ ആക്കിയാണ്. പിന്നെ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പറയാം. ബാക്കി നിങ്ങളെ ഇഷ്ടം. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണാം. അപ്പം വീഡിയോ ലൈക്ക് ആയാലും വരണ്ടല്ലോ, ലൈക്ക് ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ പറയാം. ബാക്കി നിങ്ങളെ ഇഷ്ടം. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണാം.